പല പാരൻസും പറയുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിന് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യം ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ദേഷ്യമാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ദേഷ്യം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നാണോ? നമ്മുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പല കൺസെപ്റ്റുകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ആന്ത്രപ്പോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഈ ആന്ത്രപ്പോളജിക്കൽ പെർസ്പെക്റ്റീവ് പ്രകാരം ഓരോ കുഞ്ഞും വളരുന്നത് ഒരു മൈക്രോ എൻവയോൺമെൻറ്റിലാണ്. ഒരു കുഞ്ഞ് ലോകം, നമുക്കതിനെ വീടെന്ന് വിളിക്കാം. അപ്പോൾ അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അവരുടേതായ ടെമ്പറമെൻറ്റോ അല്ലെങ്കിൽ നേച്ചറോ അല്ലെങ്കിൽ കഴിവൊക്കെ വെച്ചിട്ടായിരിക്കാം. പക്ഷേ ഈ മൈക്രോ എൻവയോൺമെൻ്റ് ആണ് അതിനെ ഷെയ്പ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ഔട്ട്കം എന്താണ്? ആ മൈക്രോ എൻവയോൺമെൻ്റ് ആണ് തീരുമാനിക്കുന്നത്. അല്ലാണ്ട് അച്ഛൻ ദേഷ്യക്കാരനായതുകൊണ്ട് മകൻ ദേഷ്യക്കാരനായി ജനിക്കുന്നതല്ല, അല്ലെങ്കിൽ അമ്മ ദേഷ്യക്കാരി ആയതുകൊണ്ട് മകൻ ദേഷ്യക്കാരനായി അല്ലെങ്കിൽ മകൾ ദേഷ്യക്കാരനായി ജനിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഈ മൈക്രോ എൻവയോൺമെൻ്റ് ആണ്. ഈ മൈക്രോ എൻവയോൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിങ്സ്, അഥവാ ആ വീട് എത്തരത്തിലുള്ളതാണ്, ആ വീട്ടിലുള്ള ആളുകൾ, ആ വീട്ടിലുള്ള സൗകര്യങ്ങൾ, അതൊക്കെയാണ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റിങ്സിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ കസ്റ്റം ഓഫ് കെയർ ആൻഡ് അപ്ബ്രിങ്ങിങ് എന്ന് പറഞ്ഞാൽ ആ മൈക്രോ എൻവയോൺമെൻറ്റിൽ നിങ്ങളെ കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തി കൊണ്ടുവരുന്നത്. അവിടെയാണ് നിങ്ങൾ ആ കുട്ടിക്ക് ബുക്ക് ആണോ നൽകുന്നത് അതോ TV ആണോ നൽകുന്നത്, നിങ്ങൾ ആ കുട്ടിക്ക് പ്രോപ്പർ റൂട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ആ റൂട്ടീൻസ് നിങ്ങൾ എങ്ങനെ മാതൃക കാണിക്കുന്നു, നിങ്ങൾ ആ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ആവശ്യമായ സ്റ്റിമുലസുകൾ എങ്ങനെ നൽകുന്നു എന്നുള്ളതൊക്കെ പറയുന്നത് എങ്ങനെ നിങ്ങൾ കെയർ ചെയ്യുന്നു, അപ്ബ്രിങ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഈ മൈക്രോ എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ് കെയർ ടേക്കേഴ്സിൻ്റെ ബിലീഫ് ആൻഡ് ഇമോഷൻസ്. അവിടെയാണ് വരുന്നത് കെയർ ടേക്കർ ആയ പാരന്റ് അവരുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്നാൽ ഈ കൺസെപ്റ്റ് പ്രകാരം ഏതൊരു കുഞ്ഞും വളരുന്നത് ഒരു മൈക്രോ എൻവയോൺമെൻറ്റിലാണ്. ആ മൈക്രോ എൻവയോൺമെൻറ്റിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആ മൈക്രോ എൻവയോൺമെൻറ്റിൽ ആ കുഞ്ഞിനെ വളർത്തുന്ന ആ കുഞ്ഞിൻ്റെ കെയർ ഗിവേഴ്സ് അവരുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത്. അത് കണ്ടാണ് ബേബീസ് വളരുന്നത്. ഒരു കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പിറന്ന് വീഴുന്ന കുഞ്ഞിൻ്റെ തലച്ചോറ് ഏതുപോലെയാണ്? ഒരു ഭയങ്കര ചൂടുള്ള ഒരു ചൂളയിലുള്ള ഒരു ഫർണസിലുള്ള ഗ്ലാസ് പോലെയാണ്. കാരണം അതിന് നമുക്ക് ഏത് രൂപത്തിലോട്ടും മോൾഡ് ചെയ്തെടുക്കാം. അതുപോലെയാണ് കുഞ്ഞിൻ്റെ തലച്ചോറ്. കാരണം എന്താ? ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് പൂർണ്ണ വളർച്ച എത്താത്ത, പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാത്ത ഒരു ബ്രെയിനും കൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അത് പൂർണ്ണ വളർച്ച എത്താത്തത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലോട്ട് അതിനെ മാറ്റിയെടുക്കാം, മോൾഡ് ചെയ്തെടുക്കാം. ആ ഒരു ചുട്ടുപഴുത്ത അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ആ ബ്രെയിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കണോ അതോ മോശം രീതിയിൽ മോൾഡ് ചെയ്തെടുക്കണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് എന്താണ്? ആ കുഞ്ഞിൻ്റെ മൈക്രോ എൻവയോൺമെൻറ്റ് ആയിട്ടുള്ള ആ കുഞ്ഞിൻ്റെ വീടാണ്, ആ കുഞ്ഞിൻ്റെ വീട്ടുകാരാണ്, ആ കുഞ്ഞിൻ്റെ കെയർ ടേക്കേഴ്സാണ്.